ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച വരെ കനത്ത ചൂട് തുടരും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അൽ അമീൻ തൊട്ടുമുക്ക്, ഒപ്പം ദിലീപ് ദേവസ്യ, ഇക്ബാൽ അറയ്ക്കൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം അൽ അമീനിലേക്ക്. അല്ലമീൻ, പാലക്കാടും കൊല്ലവും തന്നെയാണ് ചൂടിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. അവിടെ തന്നെയാണ് കൂടുതൽ മുന്നറിയിപ്പും ഉള്ളത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന മുന്നറിയിപ്പിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനിലെ, ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന സാഹചര്യം തന്നെയായിരിക്കും, കാലാവസ്ഥ തന്നെയായിരിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില ഉണ്ടാകും. ഒപ്പം തൃശൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില ഇന്ന് മുതൽ 12-ാം തീയതി വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ അറിയിപ്പ് പ്രകാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജില്ലകളിൽ, ഈ 12 ജില്ലകളിലും മലയോര മേഖലകളിൽ ഒഴികെ വെള്ളിയാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുളവാക്കുന്ന കാലാവസ്ഥയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ചുട്ടുപൊള്ളുന്ന ഒരു അന്തരീക്ഷവും ചൂടും കാലാവസ്ഥയും ആകുമെന്നുള്ളത് കൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി അറിയിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും ഈ ചൂട് തുടരും. ഇടയ്ക്ക് വേനൽ മഴ പെയ്തുവെങ്കിലും അതുകൊണ്ടൊന്നും ചൂടിനെ ശമിപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. വരുന്ന ദിവസങ്ങളിൽ മിതമായ നിലയിൽ ചില ജില്ലകളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ കഠിനമായ ചൂടിന് ഒരു ആശ്വാസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. ബിനിൽ, ഓക്കെ, അല്ലമീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ കൂടി ചേരുകയാണ്. ദിലീപ്, കൊടും ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയാണെന്ന് അറിയാം. ഈ അന്തരീക്ഷത്തിലെ ഈർപ്പം എങ്ങനെയാണ് കൊല്ലം ജില്ലയിലുള്ളത്? ഒരു പ്രഷർ കുക്കറിൽ നിൽക്കുന്ന അവസ്ഥയാണോ ദിലീപ്? തീർച്ചയായിട്ടും ബിന്നിലെ കൊല്ലം ജില്ലയുടെ തെക്കൻ മേഖലകളിലൊക്കെ വലിയ ചൂട് തന്നെയാണ്. പുനലൂരിലൊക്കെ ഏകദേശം 40 ഡിഗ്രി, ഇന്നലെയൊക്കെ 40 ഡിഗ്രി ചൂടായിരുന്നു. ഇന്ന് 39 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് സാധാരണക്കാരന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നിർദ്ദേശം നൽകിയത്, സർക്കാരിൻ്റെ നിർദ്ദേശം നൽകുന്നത് രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ നേരിട്ടേൽക്കരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ ദാഹമില്ലെങ്കിലും ഇളം ചൂടുവെള്ളം കുടിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ചായ, കാപ്പി, മദ്യം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുതെന്നുള്ളൊരു നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും നൽകി. വെയിൽ നേരിട്ട് ഏൽക്കരുത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. 40 ഡിഗ്രിയിൽ അടുക്കുമ്പോഴേക്കും ചൂട്, അത് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ചൂടാണ്. ഈ കൊല്ലം ജില്ലയിലെ പ്രത്യേകത, രാവിലെ അതായത് 9 മണിക്ക് ശേഷം ആളുകളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് അനുഭവപ്പെടുന്നത്. പിന്നീട് 4 മണിക്ക് ശേഷമാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്രമേൽ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ നോമ്പിൻ്റെ ഒക്കെ സാഹചര്യം വന്നതോടുകൂടി തന്നെ ജോലിക്ക് പോകുന്നവരും അതുപോലെ കൽപ്പണിക്കാർ, മരം വെട്ടുകാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ജോലി ചെയ്യാനുള്ള വലിയൊരു ബുദ്ധിമുട്ടുകളടക്കം വരുന്ന, സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയാണുള്ളത്. പെരുന്നാളൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട്, കൊട ചൂടി നടക്കുക, അല്ലെങ്കിൽ തൊപ്പിയെടുക്കുക, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ള നിർദ്ദേശങ്ങളടക്കം സർക്കാർ നിർദ്ദേശങ്ങളുമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. ഇക്ബാൽ അറയ്ക്കൽ കൂടി ചേരുന്നുണ്ട്. ഇക്ബാൽ, കൊല്ലത്തിന്റെ അവസ്ഥ ദിലീപ് പറഞ്ഞപ്പോൾ പാലക്കാടിനെ പറ്റി എടുത്തു ചോദിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബിനിൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് ജില്ലയിൽ തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ടെ മിക്കയിടങ്ങളിലും താപനില 42 ഡിഗ്രി വരെ എത്തിയെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ വരുന്നത്. പക്ഷേ പാലക്കാട്ടെ ആലത്തൂരിനടുത്തുള്ള എരുമിയൂരിൽ താപനില 43 കടന്നു എന്നുള്ള അനൗദ്യോഗിക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പട്ടാമ്പി, ചിറ്റൂർ, അതുപോലെ തന്നെ മലമ്പുഴ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കുറവ് താപനിലയായി രേഖപ്പെടുത്തുന്നത്
രേഖപ്പെടുത്തിയിട്ടുള്ളത് 27 ഡിഗ്രിയാണ്. രാവിലെ മുതൽ തന്നെ പാലക്കാട് ജില്ലയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലേക്ക് മാറുന്നുവെന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ഈ താപനില ഉയർന്നതുകൊണ്ട് തന്നെ ജില്ലയുടെ ജലാശയങ്ങളിൽ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കടുത്ത ഒരു വരൾച്ച നേരിടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മുഴുവൻ ഉള്ളത്. മാത്രമല്ല, ഇപ്പോൾ തന്നെ ജില്ലയിലെ പലയിടങ്ങളിലും സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യമുണ്ട്. ചിറ്റൂർ മേഖലയിലുമായ പല ആളുകൾക്കും ഇതിനോടകം തന്നെ സൂര്യാഘാതം ഏറ്റതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ മുന്നറിയിപ്പുകളാണ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് 3 മണിക്കും ഇടയിൽ പുറത്തിറങ്ങിയുള്ള നേരിട്ട് വെയിൽ ഏൽക്കുന്ന തൊഴിലാളികൾ ആരും തന്നെ ജോലിയിൽ ഏർപ്പെടരുത് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ആരോഗ്യ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ നേരിട്ട് വെയിൽ കൊള്ളരുത് എന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകളെല്ലാം ഇതിനോടകം തന്നെ നിരവധി തവണ ആരോഗ്യവകുപ്പ് ജില്ലയിലുള്ള ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ വരൾച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ജില്ലയിലെ പ്രധാന ഡാമുകളിലെല്ലാം ജലനിരപ്പ് ഇതിനോടകം തന്നെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും മലമ്പുഴയിൽ, പാലക്കാട് നഗരത്തിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെ 6 പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തുന്നത് ഈ മലമ്പുഴ ഡാമിൽ നിന്നാണ്. ഈ മലമ്പുഴ ഡാമിൽ ചൂടിനൊപ്പം കനത്ത വരൾച്ച, വേനലിനെ കടുത്ത വരൾച്ചയെ കൂടിയാണ് സംസ്ഥാനത്തെ പല ഭാഗങ്ങളും നേരിടുന്നതെന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലമീനും ദിലീപ് ദേവസിയും ഒപ്പം ഇക്ബാൽ അറക്കലുമാണ് വിവിധ ജില്ലകളിൽ നിന്ന് അതികഠിനമായ ചൂടിന്റെ വിവരങ്ങൾ നൽകിയത്.